അയ്യപ്പൻ ബ്രഹ്മചാരിയാണ് എന്നാണ് പൊതുവെയുള്ള ധാരണ. അതിന് കാരണം ശബരിമലയിലെ ബ്രഹ്മചാരിയായുള്ള അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയാണ്. എന്നാൽ കോഴിക്കോട് വടകരയ്ക്കടുത്ത് ചെരണ്ടത്തൂരിൽ ഒരു പുരാതന ക്ഷേത്രമുണ്ട്, തെനപ്പള്ളിക്കാവ് അയ്യപ്പ ക്ഷേത്രം. ഭാര്യാപുത്ര സമേതനായ ധർമ്മശാസ്താവായ അയ്യപ്പനാണ് തെനപ്പള്ളിക്കാവിലെ സങ്കല്പം. സ്വയംഭൂ ലിംഗത്തിലാണ് പ്രതിഷ്ഠ. അയ്യപ്പനും ഭാര്യ പ്രഭയും മകൻ സത്യകനും ചേർന്നുള്ള അപൂർവം പ്രതിഷ്ഠകളിൽ ഒന്ന്. ഭഗവാന്റെ ശക്തിയായി പ്രഭയെയാണ് ഇവിടെ കാണുക. കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണ പരിപാടിക്കായി വടകര അറക്കിലാട് ശിവക്ഷേത്രത്തിൽ പോയിരുന്നു. ചെറുപ്പകാലം മുതലേ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിരുന്നുവെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്നതും തൊഴുന്നതുമൊക്കെ ആദ്യമായിട്ടാണ്. മനഃപൂർവ്വമല്ലെങ്കിലും അങ്ങനെ ഒരു അവഗണന എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിൽ പരമേശ്വരനോട് തൊഴുത് ക്ഷമ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തത്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ക്ഷേത്രത്തിൻ്റെ ഊരാൺമക്കാരായ സതീശൻ നമ്പൂതിരിയെയും ശ്രീധരൻ നമ്പൂതിരിയും ഒക്കെ കുറേ വർഷങ്ങളായി അറിയാമെങ്കിലും ഇങ്ങനെയൊരു പവിത്രമായ ക്ഷേത്രം അവിടെയുണ്ടെന്നറിയാനുള്ള സാഹചര്യം ഉണ്ടായേയില്ല എന്നതാണ് വാസ്തവം. ഞങ്ങളുടെ നാട്ടിൽ, സുപ്രസിദ്ധമായ കടത്തനാട്ടിൽ ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. എല്ലാം ഒന്നിനൊന്ന് പ്രത്യേകതയുള്ളതുമാണ്. എന്നാൽ പല ക്ഷേത്രങ്ങളെയും അറിയാൻ എനിക്ക് 40-40 വർഷമെടുത്തു എന്നത് ദയനീയമായ അവസ്ഥയാണ്. പോർലാതിരി രാജവംശത്തിൻ്റെയും വ്യത്യസ്ത സമുദായങ്ങളുടെയും കീഴിലായി ഒരുപാട് ക്ഷേത്രങ്ങൾ കടത്തനാട്ടിലുണ്ട്. അറിയാനുള്ള ഒരു പരിശ്രമം ഇനി അങ്ങോട്ടുണ്ടാകും, ഉറപ്പ്. കടത്തനാടിൻ്റെ നെല്ലറ എന്നാണ് ചെരണ്ടത്തൂരിനെ വിശേഷിപ്പിക്കാറ്. പണ്ട് ഉറ്റ സുഹൃത്തുക്കളായ സൂര്യത്തിൻ്റെയും രഞ്ജിത്തിൻ്റെയും ഒക്കെ കൂടെ അവിടുത്തെ വയലുകളിലും ചിറകളിലുമൊക്കെ മണിക്കൂറുകളോളം നീന്തി കളിക്കാറുണ്ടായിരുന്നു. അത്രമാത്രമേ എനിക്ക് ചെരണ്ടത്തൂരിനെ കുറിച്ച് അറിയുമായിരുന്നുള്ളൂ. അടുത്തൊക്കെ ക്ഷേത്രങ്ങൾ ഉണ്ടെന്നറിയാമെങ്കിലും ഒരിക്കലും പോകാൻ ശ്രമിച്ചില്ല എന്നതാണ് സത്യം. ചെരണ്ടത്തൂരിലെ അറിയപ്പെടുന്ന ഒരു തറവാടായ മുള്ളൂർ തറവാട്ടിലെ ഒരമ്മ ഒരിക്കൽ പറമ്പിലെ കൂവ കിളക്കുന്നതിനിടെ കത്തി കൊണ്ട് കല്ലിൽ തട്ടിയപ്പോൾ ചോര ഒഴുകാൻ തുടങ്ങിയത്രേ. ഇത് കണ്ട് ഭയന്ന ആ അമ്മ മോഹാലസ്യപ്പെട്ടു വീണു. തടിച്ചുകൂടിയ നാട്ടുകാരിൽ ചിലർ സമീപത്തെ പൂലൂരില്ലത്ത് വിവരമറിയിക്കുകയും മുതിർന്ന നമ്പൂതിരിമാർ ആരും അപ്പോൾ അവിടെ ഇല്ലാത്തതിനാൽ പ്രായം ചെന്ന ഒരു അന്തർജനത്തിൻ്റെ കൂടെ അവിടെയുള്ള കുട്ടി ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ അമ്മ ആ സ്ഥലത്ത് ദേവചൈതന്യമുണ്ടെന്ന് തിരിച്ചറിയുകയും പൂജ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഭഗവാന് പ്ലാവിലയട നിവേദിക്കുകയും തരിപ്പണം സമർപ്പിക്കുകയും ചെയ്തു അത്രേ. അന്ന് അന്തർജനം സമർപ്പിച്ച ആ പ്ലാവിലയടയും തരിപ്പണവുമാണ് ഇന്നും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. മുതിർന്ന അന്തർജനങ്ങൾ ഇന്നും ശ്രീലകത്ത് കയറുന്നത് ഭഗവാന് ഇഷ്ടമാണെന്നാണ് ദേവവിധി. ഇതും തെനപ്പള്ളിക്കാവിലെ സവിശേഷതയാണ്. പിന്നീട് പൂലൂരില്ലത്തിൻ്റെ കീഴിൽ അവിടെ മനോഹരമായൊരു ക്ഷേത്രം പണിയുകയും പൂജാതി കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്തു. കളമെഴുത്തുപാട്ടും പൂജകളും മുടക്കമില്ലാതെ നടന്നു ഇവിടെ. കാലാന്തരത്തിൽ പഴയ പ്രതാപങ്ങളൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ ക്ഷേത്രവും ജീർണാവസ്ഥയിലേക്ക് പോയി. 80കളുടെ ആദ്യത്തിൽ ദേശവാസികളായ ഭക്തരുടെ നേതൃത്വത്തിൽ ബ്രഹ്മശ്രീ പൂലൂരില്ലത്ത് നാരായണൻ നമ്പൂതിരി രക്ഷാധികാരിയായി കമ്മിറ്റി രൂപീകരിച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ക്ഷേത്രം ഇന്നത്തെ പ്രഭാവത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ക്ഷേത്ര സംരക്ഷണവും നവീകരണവും ഇന്നും വളരെ ഗൗരവത്തോടെ നടക്കുന്നുണ്ട് ഇവിടെ. ക്ഷേത്രഭരണം കമ്മിറ്റിയുടെ കീഴിലാണ്. ഇക്കഴിഞ്ഞ ഉത്സവ സമയത്ത് 35 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച് സംരക്ഷിച്ച ക്ഷേത്രകുളം കാണേണ്ടത് തന്നെയാണ്. ഏതു നാടിൻ്റെയും സന്തുലനാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ആ നാട്ടിലെ ക്ഷേത്രം. ക്ഷേത്രത്തിന് സമീപത്തുള്ള കുളവും സർപ്പക്കാവും ആ നാട്ടിൽ വെള്ളവും വായുവും എന്നു വേണ്ട പ്രകൃതി സംരക്ഷണത്തിന് വരെ ഒരു കാരണമാണ്. തെനപ്പള്ളിക്കാവിൽ ഇത് രണ്ടുമുണ്ട്. നാഗപ്രതിഷ്ഠയോടുകൂടിയ സർപ്പക്കാവാണ് തെനപ്പള്ളിക്കാവിലുള്ളത് എന്നതും വിശേഷപ്പെട്ട കാര്യമാണ്. ചെരണ്ടത്തൂർ അത്ര പ്രസിദ്ധമായ ഗ്രാമമൊന്നുമല്ല. തെനപ്പള്ളിക്കാവ് അത്ര പ്രസിദ്ധമായ ക്ഷേത്രവുമല്ല. എന്നാൽ ഊരാളന്മാരുടെയും പ്രദേശവാസികളുടെയും സാധനയാലും ഭക്തിയാലും ക്ഷേത്രം ചൈതന്യവത്തായി തലയുയർത്തി നിൽക്കുന്നു. പ്രഭാസത്യകനായ അയ്യപ്പൻ സ്വയംഭൂവായി പടിഞ്ഞാറോട്ടേക്ക് ദർശനമായി കുടികൊള്ളുന്ന കേരളത്തിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തെനപ്പള്ളിക്കാവ് ക്ഷേത്രം. ശനിദോഷ പരിഹാരത്തിന് സൽസന്താനങ്ങൾ ഉണ്ടാകാൻ തെനപ്പള്ളിക്കാവിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാണത്രേ. ക്ഷിപ്രപ്രസാദിയായ അയ്യപ്പസ്വാമികളുടെ അനുഗ്രഹ കഥകൾ ഒരുപാടുണ്ട് ഭക്തർക്ക് പറയാൻ. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിനായി തെനപ്പള്ളിക്കാവിലും അയ്യപ്പൻ പാട്ട് അല്ലെങ്കിൽ കളമെഴുത്ത് പാട്ട് നടക്കാറുണ്ട്. കോമരം കളം വരച്ചതിന് ശേഷം അതിലേക്ക് മേൽശാന്തി ക്ഷേത്രത്തിലെ തിടമ്പെടുത്തു വയ്ക്കുകയും പൂജ ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം കോമരം തന്നെ കളം കാലുകൊണ്ട് മയക്കുകയും ചെയ്യുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ ഒരു പ്രകടനമായിരിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെരുമ്പിലാവിൽ കേശവൻകുട്ടി നമ്പ്യാരാണ് ഇവിടെ കോമരമാകുന്നതും കളം വരയ്ക്കുന്നതും. മനോഹരമായ അന്തരീക്ഷത്തിൽ ഇടതുഭാഗത്ത് സർപ്പക്കാവും വലതുഭാഗത്ത് ക്ഷേത്രകുളവും ഗുളിക സങ്കല്പവും ഒക്കെയായി ഒരു അയ്യപ്പൻ ക്ഷേത്രം. കൂടാതെ ശിവൻ, ഗണപതി, ശ്രീകൃഷ്ണൻ, ധന്വന്തരി മുതലായ ഉപദേവതകളും ഇവിടെയുണ്ട്.
ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളിൽ നിന്ന് മോചനം നേടാനാണ് ധന്വന്തരി ഉപാസന. ധന്വന്തരി പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് തനപ്പള്ളിക്കാവ്. മകരമാസത്തിലെ മൂലം നക്ഷത്രം മുതൽ അവിട്ടം നക്ഷത്രം വരെയാണ് ക്ഷേത്രത്തിലെ ഉത്സവം. പ്രഭാസത്യക സമേതനായ ശാസ്താവിനെ ആരാധിക്കുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് ഉത്തമമാണെന്നാണ് സങ്കല്പം. ശബരിമലയിൽ കയറിയേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നവർക്കും ശബരിമലയിൽ പോകാൻ കാത്തിരിക്കുന്നവർക്കും ഇവിടെ എപ്പോഴും വരാം, സ്വാമിയെ കാണാം, അനുഗ്രഹം വാങ്ങാം. സ്വാമിയെ ശരണമയ്യപ്പ.